ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ വെക്കേഷനൊക്കെ തുടങ്ങിയില്ലേ, അപ്പോൾ സൗജന്യമായിട്ട് കുട്ടികളൊക്കെ ആയിട്ട് പോകാൻ പറ്റിയൊരു സ്ഥലമാണ്. മാത്രമല്ല ഒരുപാട് അറിവും കിട്ടും, ഒരു ഫീസും ഇല്ല. അങ്ങനത്തെ ഒരു സ്ഥലത്താണ് നമ്മൾ വന്നിരിക്കുന്നത്. നമ്മുടെ കേരളത്തിലാണ്. ആ സ്ഥലം ഒന്ന് കാണാം. ഇതാണ്. സന്തോഷം, നമസ്കാരം. 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 ശിലാ മ്യൂസിയം അല്ലേ? പത്തനംതിട്ട ജില്ലയിൽ അടൂരാണ് സ്ഥലം. അടൂരാണ്. തുവിയൂർ എന്ന് പറയുന്ന സ്ഥലം. ശിലാ മ്യൂസിയം ഗൂഗിൾ മാപ്പിൽ അടിച്ചാൽ മതി. ഇവിടെ കയറുന്ന വഴിക്ക് തന്നെ ഇവിടെ തന്നെ എന്തെല്ലാം കാഴ്ചകളുണ്ടെന്ന് അറിയാം. ഇപ്പൊ ഒരു 50-60ഓളം കല്യാണം ഈ ഒരു വർഷം തന്നെ എടുത്ത് ഇവിടെ വീഡിയോ ആയിട്ട്. അതെല്ലാം ഫ്രീ ആണ് കേട്ടോ. നിങ്ങൾക്ക് ഇവിടെ വന്ന് സൗജന്യമായിട്ട് ഫോട്ടോ എടുക്കാം. എല്ലാത്തിനും ഇപ്പൊ നമ്മൾ ഇങ്ങനെയുള്ള പിക്ചറുകളുണ്ട്. അപ്പൊ അവിടെ നിന്ന് ഫോട്ടോ എടുക്കാം, ശില്പങ്ങൾ കാണാം. മാത്രമല്ല ഇതെല്ലാം മരങ്ങളാണ്. മരങ്ങളുടെ തണലുണ്ട് ഇവിടെ എപ്പോഴും അല്ലെ. ഒരു 1600 ഔഷധ ചെടി തന്നെ ഉണ്ട് ഇവിടെ. അതൊക്കെ മേളിലുണ്ട്. ഒരുപാട് കാര്യങ്ങൾ പെട്ടെന്ന് ഓടിച്ച് കാണാം. ഇവിടെ വന്നാല് ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കാം, വീഡിയോ എടുക്കാം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാം. എന്ന് വെച്ചാൽ എല്ലാ ലൊക്കേഷനാണ്. ഇവിടുത്തെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഒരു മരത്തിനെ പോലും അല്ലെ വെട്ടിയ ഒന്നും ചെയ്തിട്ടില്ല. ഇതുപോലെ സംരക്ഷിച്ച് നിർത്തിയേക്കുക. ഇത് വളഞ്ഞു പോയോണ്ട് ഇയാൾക്കൊരു കെട്ടൊക്കെ കെട്ടി കൊടുത്തേക്കുക. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ ഒന്നിച്ചു പോയൊരു വിയറ്റ്നാമിൽ നിന്ന് കൊണ്ടുവന്ന ഇഞ്ചിയാണ്. പിന്നെ ഇത് തായ്ലാന്റിലെ, ഇതെല്ലാം തായ്ലൻഡിലെ സാധനങ്ങളാണ്. എവിടുന്നായാലും എന്തെങ്കിലുമൊക്കെ ഞാൻ കൊണ്ടുവരും. വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ സ്വന്തം വീട് ഇതുപോലെ ഒരു മ്യൂസിയം ആക്കി, ഇപ്പോൾ ഉള്ളിലെ കാഴ്ചകൾ നമുക്ക് പെട്ടെന്ന് കാണാം. ഇങ്ങനെ മ്യൂസിയം ആക്കിയ വേറൊരാൾ കേരളത്തിലുണ്ടെന്ന് എനിക്ക് അറിയില്ല. ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്യണം അല്ലെ. അത് സൗജന്യമായിട്ടാണ്. ഇതിനൊരു പ്രത്യേകത എന്താ അറിയോ? ഏകദേശം 1600 ഔഷധ ചെടിയുണ്ട്. നമ്മൾ 4000ഓളം പുരാവസ്തുക്കളുണ്ട്. പിന്നെ പത്രങ്ങൾ 2000ഓളം ഉണ്ട്. അപ്പൊ ഇത് PSCയുടെ 600ഓളം ചോദ്യത്തിനുണ്ട്. ഇപ്പൊ ടീച്ചർമാർ ഇവിടെ പഠിക്കാനായിട്ട് ഒരു ദിവസം കൃത്യമായിട്ട് ഇവിടെ വരുന്നുണ്ട്, ഗവൺമെന്റിന്റെ ഇതായിട്ട് ബന്ധപ്പെട്ട്. എന്ന് വെച്ചാൽ കേരളത്തിൽ നടന്ന അല്ലെ ഇന്ത്യയിൽ നടന്ന ലോകത്ത് നടന്ന എല്ലാ സംഭവങ്ങളുടെയും കാര്യങ്ങൾ ഇവിടെ വന്നാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതാണ് വീടിന്റെ ഉൾഭാഗം. ഇതിനകത്ത് പ്രത്യേകത എന്ന് വെച്ചാൽ ഈ കതകിന് വരെ, ഈ ലോക്കിന് വരെ പ്രത്യേകത ഉണ്ട്. ഇതൊക്കെ നമ്മൾ പണ്ട് വീഡിയോ ആയിട്ടുള്ള തുറക്കുമ്പോൾ ഭയങ്കര ശബ്ദമായിരിക്കും. അങ്ങനെ ഇങ്ങനെ ഒരുപാട് അത്ഭുത കാഴ്ചകളാണ്. ഈ ഓരോ വിളക്കിനും അല്ലെങ്കിൽ ഓരോ കാര്യത്തിനും ഒരുപാട് കഥകൾ പറയാനുണ്ട്. ഇതൊക്കെ നിങ്ങളിവിടെ വന്ന് കണ്ടാൽ മതി, ഒന്നും പ്രത്യേകം കാണിക്കുന്നില്ല. ക്യാമറ തന്നെ 280ഓളം ഉണ്ട്. ക്യാമറ കണ്ടുപിടിച്ച ആരാണ്, അങ്ങനെയുള്ള എല്ലാം ഉണ്ട്. ഇവിടെ കണ്ടത് ഈ ഉരുളിയെ കണ്ട തീരെ ചെറുത് എല്ലാം ഉണ്ട്. ഇത് മറ്റേ ഈ കരിങ്കാലിൽ ഉണ്ടാക്കി വെച്ച കപ്പുകളൊക്കെയാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ പ്രോഡക്റ്റുകളുണ്ട്, സന്തോഷം അതൊക്കെ വിൽക്കുന്ന അതൊക്കെ ഉണ്ട്. പിന്നെ പിക്ചറുകളായാലും നമ്മുടെ പല പല സംഭവങ്ങളെല്ലാം ഓരോന്നോരോന്ന് കറക്റ്റ് ചെയ്ത് വെച്ചേക്കുവാണ്. പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാല് നമ്മുടെ ഇതെല്ലാം വീടിനൊക്കെ നമ്മൾ താമസിക്കുന്ന സ്ഥലമാണ്. വീടാന്ന് ഓർക്കണം, ഇത് ഹാളാണ്, മറ്റേ ഫുഡ് കഴിക്കുന്ന സ്ഥലമാണ്. അങ്ങനെ എല്ലാ സ്ഥലത്തുമാണ് ഈ കാര്യങ്ങളൊക്കെ. ഇതിനകത്ത് നിങ്ങൾക്ക് വീഡിയോ എടുക്കാനായിട്ടുള്ള രീതിയിൽ വെള്ളച്ചാട്ടം ഉണ്ട്. ഇതൊക്കെ ഇപ്പോഴും വർക്ക് ചെയ്യും അല്ലെ. എല്ലാം പണ്ട് വെച്ചല്ലേ. ഇത് 14 വർഷം മുമ്പ് വെച്ചതാ. ഒരുപാട് വർഷം മുമ്പ് വെച്ചാണ്. ഇതുപോലെ വെള്ളച്ചാട്ടം എല്ലാ സംഭവം ഉണ്ട്. പിന്നെ ഇതൊക്കെ എല്ലാം പ്രത്യേകത ഉണ്ട് കേട്ടോ ഇതിനൊക്കെ അല്ലേ. ഇത് ഫുള്ള് നമ്മുടെ പിന്നെ ഏടാകൂടമാണ്. ഇതൊക്കെ എങ്ങനെ ഇതിനകത്ത് ഇട്ടെന്ന് പോലും ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല. പൂച്ചയൊക്കെ ഒറിജിനൽ കേട്ടോ. അതൊക്കെ ഇവിടെ വളർത്തുന്നതാണ്. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ക്യാമറ എന്ന് പറയുന്നത് ഇഷ്ടം പോലെ ക്യാമറകളാണ് കേട്ടോ. ഒരുപാട് ക്യാമറകളുടെ കളക്ഷൻ ഉണ്ട്. അപ്പൊ ഇതിന് പ്രത്യേകത പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും ചെറിയ ക്യാമറ തൊട്ട് 1-ാം ലോക മഹായുദ്ധത്തിലെ ക്യാമറ, 2-ാം ലോക മഹായുദ്ധത്തിലെ ക്യാമറ, അതുപോലെ ഫ്ലാഷ് പോകുന്ന ക്യാമറ, ഇതൊക്കെ എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിച്ചാൽ നമ്മുടെ ഇന്ത്യയിലോ അല്ല കേരളത്തിലുള്ള കളക്ട് ചെയ്ത് വെക്കുന്ന ആൾക്കാരുടെ കയ്യിൽ നിന്ന് ഒരുപാട് ക്യാഷ് കൊടുത്ത് വാങ്ങിച്ച് വെച്ചിരിക്കുന്നതാണ്. എന്നാൽ പോലും ഇവിടെ വരുമ്പോ സൗജന്യമാണ്. പിന്നെ പ്രജന ഇങ്ങോട്ട് വന്നാലേ കോഴിമുട്ടയ്ക്ക് പൂട്ടും താക്കോലുമാണ്. കോഴിമുട്ടയുടെ പൂട്ടും താക്കോലും, അതുപോലെ തന്നെ നമ്മുടെ വളരി, ബൂമറാങ് എന്ന് പറയുന്ന വളരി. ഇതൊന്നും വേണ്ട, എല്ലാരും വന്ന് കാണാൻ കേട്ടോ. നമുക്ക് മേലോട്ട് ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലത്തോട്ട് പോയാലോ. വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു വഴിയുണ്ട്. ഈ വഴി പോയി കഴിഞ്ഞാൽ അങ്ങോട്ട് പോയാൽ പുരാവസ്തുക്കൾ കാണാം, നേരെ പോയി കഴിഞ്ഞാൽ ചെടികൾ കാണാം അല്ലേ. അപ്പൊ നമ്മുടെ ഇപ്പൊ ഈ ചൂട് ഭയങ്കര വലിയ പ്രശ്നം. ഈ ചൂടത്ത് ഇവിടെ വന്നാൽ പോലും നമുക്ക് നല്ല ഒരു തണലാണ്. ഇവിടെ ഇപ്പൊ ഒരു കുഴപ്പമില്ല. ഇത് ബോധിവൃക്ഷം എന്ന് പറഞ്ഞ ഒരു ആലാണ്. ഇതേപോലെ പല ആലുകൾ തന്നെ ഇവിടെ ഉണ്ട്. ഈ ഓരോ ചെടിക്കും ഓരോ കഥ പറയാനുണ്ട്. പിന്നെ വില്ലുവണ്ടി, നമ്മുടെ വില്ലുവണ്ടി ചെയ്ത് അങ്ങോട്ട് പോയ ഔഷധത്തോട്ടാണ്. അതൊക്കെ നിങ്ങൾ ഇവിടെ നേരിട്ട് വരുമ്പോൾ കണ്ടാൽ മതി. അങ്ങോട്ട് ഒരുപാടുണ്ട്. ഇനി ഇങ്ങോട്ട് വന്ന് നമുക്ക് മ്യൂസിയം ഒന്ന് കാണാം, ജസ്റ്റ് ഒന്ന് കാണാം. ഇത് ഇങ്ങനെയൊക്കെ വള്ളിയൊക്കെ മാറ്റി നമുക്ക് വരണം കേട്ടോ. അതിങ്ങനെ ഇടയിൽ കൂടിയൊക്കെ ഇങ്ങനെയൊക്കെ പോകാൻ പറ്റുള്ളൂ. ഇത്തിരി കഷ്ടപ്പെട്ട് വേണം വരാൻ. എന്ന് വെച്ചാൽ പ്രകൃതിയോട് ഏറ്റവും ഇണങ്ങി നിൽക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം എല്ലാം സീറോ ആണ്. ഇവിടെ നിങ്ങൾക്ക് വീഡിയോ എടുക്കാം, ഫോട്ടോ എടുക്കാം. കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും എല്ലാവർക്കും ഫീസില്ല, ഒന്നുമില്ല. നമ്മൾ തുറക്കാൻ പോവാണ്. ഇതിന്റെ ഉള്ളിലാണ് ഈ ഒരു മ്യൂസിയം ഉള്ളത്. ഞാൻ ലൈറ്റ് ഒക്കെ ഓക്കെ. ഇതാണ് മ്യൂസിയം. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ സന്തോഷേട്ടാ, മൊത്തം എത്ര പുരാവസ്തുക്കൾ ഉണ്ടാവും? ഏകദേശം 4000 കൂടുതലുണ്ട്. 4000 കൂടുതലുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ ഇത്ര ഒരു അടുക്കി ഈ വിളക്ക് തന്നെ 280ഓളം വിളക്കുണ്ട്, പല വെറൈറ്റി ആണ്. താഴത്തെ ഇരിപ്പുണ്ട് മണ്ണെണ്ണയുടെ ഫ്രിഡ്ജ്. ഇതൊന്നും കാണിക്കണ്ട, നമുക്ക് എല്ലാവരും വരട്ടല്ലേ. ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വെക്കേഷന് കണ്ടുപോകാം. രാവിലെ വന്ന ഉച്ച വൈകിട്ടൊക്കെ നിങ്ങൾ ഒരു 5 മണിക്കൂർ എടുക്കും സാധാരണ കാണാൻ. പിന്നെ ഒരു 4 മണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് കണ്ടുപോകാൻ പറ്റും. പിന്നെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പുതിയ തലമുറയോട് നമുക്ക് പറഞ്ഞു കൊടുക്കേണ്ടതാ.
അച്ഛന്റെ ഇതിനകത്ത് ഇത് കലക്കി കുടിച്ചിരുന്നു. അമൂലിന്റെ പണ്ടത്തെ പാട്ടാണ്. അപ്പൊ കുഞ്ഞുങ്ങളോട് പറഞ്ഞു കൊടുക്കാം. പിന്നെ പല പല പത്രം ഇത് തന്നെ നോക്കിയാ പറഞ്ഞ ഇപ്പൊ ഈ ഡൈനാമോ എന്ന് പറഞ്ഞാൽ കറണ്ട് ഉണ്ടാവാനായിട്ട് ആദ്യം ഉണ്ടായ സാധനം ഞങ്ങൾക്കറിയാം. 90 കാലഘട്ടത്തിലൊക്കെ ജനിച്ചവർക്ക് അറിയാം. മറ്റേ സൈക്കിളിന്റെ സൈഡിൽ ഇങ്ങനെ കറണ്ട് ഉണ്ടാക്കുന്ന കറങ്ങുന്ന. അത് പുതിയ തലമുറയോട് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അങ്ങനെയുള്ള കുറെ ഉണ്ട്. പിന്നെ അളവ് പാത്രങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. അങ്ങനെ അപ്പുറത്തേക്ക് ഉണ്ട്. അവിടെ ഒരു മുറിയുണ്ട്. അപ്പൊ നിങ്ങൾ ഇങ്ങോട്ട് വരിക. പത്തനംതിട്ട ജില്ലയില് അടൂര് തുവയൂർ മാഞ്ഞാലി എന്ന് പറയുന്ന സ്ഥലമാണ്. ശിലാ മ്യൂസിയം എന്ന് ഗൂഗിൾ മാപ്പിൽ അടിച്ചാൽ മതി. നേരെ നിങ്ങൾക്ക് ഇവിടെ എത്താൻ പറ്റും.